സൂപ്പർ മൂവി. അതെ, മണിരത്നത്തിന്റെ ടച്ച് എല്ലാം, ചിമ്പു എല്ലാം വേറെ ലെവൽ. ചിമ്പുവിന്റെ ഒരു നെക്സ്റ്റ് ഇതായിരിക്കും. സൂപ്പർ പടം, നന്നായിരുന്നു. അടിപൊളി സ്റ്റണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് എമോഷണൽ അവർ ഫിനിഷ് ചെയ്തത്. നല്ല സിനിമ, എല്ലാവരും പോയി കാണണം. പിന്നെ സൂപ്പർ മണിരത്നം സാർ ചോദിക്കണോ, അവരാണ് ശരിക്കും വിൻവേലി നായകനായിട്ട് ഇതിൽ നിന്നിട്ടുണ്ട്. മണിരത്നം, കമലഹാസൻ, STR എല്ലാം സൂപ്പറാ. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണണം. നല്ല സിനിമയാണ്. മാസ് എമോഷൻ എന്ത് വേണമെങ്കിലും എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. നിങ്ങൾക്ക് സ്റ്റണ്ടേഴ്സ്, അൻപരിയുടെ ഫൈറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ, എല്ലാം നല്ല പടം. ടെക്നിക്കൽ ബേസിൽ അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് പടം ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ നായകനെ വെച്ചൊരു കമ്പയർ ചെയ്താൽ പടം നമുക്ക് അത്ര സുഖിക്കില്ല. പിന്നെ ജോജു നന്നായിട്ടുണ്ട്, പിന്നെ ഒരു ഇമോഷണൽ മൂവി. കമലഹാസൻ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരും നായകനെ കമ്പയർ ചെയ്താൽ വരുന്ന ആ ഒരു ബൂം ഇതിനകത്തില്ല. ആ ഒരു അല്ല മാസം അവസാനത്തെ ആക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഉപ്പൂരിന് ആക്ഷൻ, അവസാനത്തെ കമലഹാസനും മറ്റേ ചിമ്പുമായിട്ടുള്ള ആക്ഷൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു നായകനെ കമ്പയർ ചെയ്ത് വന്നാൽ അത്ര ഒരു നമുക്കൊരു ബൂം കിട്ടിയിട്ടില്ല. പെർഫോമൻസ് വൈസ് നല്ല കമലഹാസൻ ചിമ്പു ഒന്നും കമലഹാസന്റെ മുന്നിൽ വരുമ്പോഴത്തേക്കുള്ള പതറോ ശരിക്കും. ജോജു നന്നായിട്ടുണ്ട് കേട്ടോ. ജോജു കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പ്രധാനപ്പെട്ട വേഷം തന്നെയാണ്. എന്നാലും ഫുൾ ബേസിലല്ല, എന്നാലും ജോജു നന്നായി. അല്ല, മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നായകനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു നമുക്ക് വന്നിട്ടില്ല. ആ ഒരു കുഴപ്പം കാണുന്നുള്ളൂ. ടെക്നിക്കൽ കിടിലൻ, ആക്ഷൻ രംഗങ്ങളും ക്യാമറയൊക്കെ കിടിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിമ്പുവിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി. ചിമ്പു എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ഒരു വിഭാഗം മാറ്റി നിർത്തപ്പെട്ട ഒരു നടനായിരുന്നു. പക്ഷേ എന്തായാലും ചിമ്പുവിൻ്റെ ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ ഇനി ചിമ്പു ഭരിക്കും എന്നതിനുള്ളത് ഒരു സംശയം ശരിയാണ്. ചിമ്പുവിനെ ഇങ്ങനെ അഭിനയിപ്പിക്കാനുള്ള കഴിവ് മണിരത്നം പോലുള്ള ബ്രില്യൻ്റ് ഡയറക്ടർമാരെ കയ്യിൽ കിട്ടുമ്പോഴാണ് ചിമ്പുവിനെയൊക്കെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചിമ്പു എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ചിമ്പു കിടിലാണ്. മാസും ക്ലാസ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ജോർജ് ഉണ്ട്, നാസർ ഉണ്ട്, ഇതിലെ ഒരുപാട് നടീനടന്മാരുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ വലിയൊരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ മേക്കിംഗ് രീതി ഒരു പുതുമയാർന്ന മേക്കിംഗ് രീതിയാണ്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും. ഇത് നല്ല മൂവിയായിരുന്നു, എക്സലന്റ് മൂവി, നല്ല കോമ്പിനേഷൻ. ആസ് എ ടീം വർക്ക് ദേ ഹാവ് ഡൺ എ വെരി ഗുഡ് ടീം വർക്ക്. STR, കമൽഹാസൻ എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു മണിരത്നം സർ, ഇങ്ങനെ ഒരു മൂവി കൊണ്ടുവന്നതിന്. നല്ല മൂവിയായിരുന്നു. ഇമോഷണലി കണക്ട് ആയി. മ്യൂസിക് ആൻഡ് സ്റ്റണ്ട്, അത് എക്സലന്റ് പാർട്ട് ഓഫ് ദി മൂവി. രണ്ടും വളരെ നല്ലതായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പടം കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. കൊള്ളാം. എനിക്ക് ശരിക്കും ഫൈറ്റ് ഇഷ്ടമായി. പിന്നെ ഇടയ്ക്കുള്ള ചെറിയ തമാശ എല്ലാം ഉണ്ട്. കൂടുതൽ ഫൈറ്റ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. അത് നല്ലോണം ചെയ്തിട്ടുമുണ്ട്. പടം നല്ല, ഫസ്റ്റ് ഹാഫ് നല്ല സ്പീഡായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. നമുക്ക് കമൽഹാസൻ്റെ ഒരു 3 ഫേസ് കാണാൻ പറ്റും. ഒരു യങ്സ്റ്റർ ആയിട്ടുണ്ട്, ഒരു അടിപൊളിയാണ്. പിന്നെ ഒരു മിഡിൽ ഏജ്, ഫൈനൽ ഭയങ്കര പെർഫോമൻസ് ആണ്. 3 കോംബോയും അടിപൊളി. കമൽഹാസൻ, സിംബു ആൻഡ് ജോജു തകർത്തു, ഒരു രക്ഷയില്ല. ചില ഡയലോഗ്സ് പൊളിയാണ്, മാസ് ഡയലോഗ്. മലയാളത്തിലൊക്കെ നല്ല അടിപൊളി കിണ്ടങ്കാച്ചി ഡയലോഗ്സ് ഉണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഫൈനൽ ഒരു എൻഡിങ് നമുക്ക് അത്ര ഒരുപാട് സസ്പെൻസ് ഒന്നുമില്ല, ബട്ട് നല്ലൊരു ഫ്ലോ ആണ് മൂവി. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണ്. റിയലി എൻജോയ്ഡ്. നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു. നല്ലൊരു എൻ്റർടൈനറാണ്. കമൽഹാസൻ തകർത്തുണ്ട്. ഒരു റിവെഞ്ച് ബിട്രയൽ ഫിലിമാണ്. ആക്ഷൻ നന്നായിട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സ് നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. കമൽഹാസൻ തകർത്തുണ്ട്. യാതൊരു ലാഗും ഇല്ല. തമിഴ് അറിയാത്തവർ സബ് ടൈറ്റിലൂടെ കാണുക. എല്ലാവരും പെർഫോം ചെയ്യും. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്. ചിമ്പു എനർജിയിലുണ്ട്, എല്ലാവരും എനർജിയിലുണ്ട്. ഒരു ബിട്രയൽ റിവെഞ്ച് ഫിലിമാണ്. ആക്ഷൻ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഈ ഇൻറ്റിമേറ്റ് വയലൻസ് ആവശ്യത്തിനേ ഉള്ളൂ. ഈ ഇൻറ്റിമേറ്റ് സീൻസ് ഒന്നും പറയാൻ അങ്ങനെയൊന്നുമില്ല. എല്ലാം കൊണ്ടും ഒരു പക്ക കമൽഹാസൻ പടം. ഇമോഷൻ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. കമൽഹാസൻ ആക്ഷൻ നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനർ. റഹ്മാൻ്റെ മ്യൂസിക് കുഴപ്പമില്ല, നല്ലതാണ്. സ്ക്രിപ്റ്റ് നല്ലതാണ്, സ്റ്റോറി നല്ലതാണ്. മണിയുടെ ഡയറക്ഷൻ നല്ലതാണ്. മറ്റേ നായകൻ്റെ അത്ര വരില്ല. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്. പടം കൊള്ളാം. ഒരു പക്ക ഗ്യാങ്സ്റ്റർ മൂവിയൊന്നുമല്ല, എന്നാലും മണിരത്നത്തിൻ്റെ വേ ഓഫ് സ്റ്റൈലിലുള്ള പടമാണ്. ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ജോജുവിൻ്റെ പ്രകടനമാണ്. ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ പത്രോസായിട്ടാണ് ജോജു വന്നേക്കുന്നത്. സോ കമൽഹാസൻ ജോജുവിനുള്ള കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്.
പടം ചിമ്പു ആണെങ്കിലും കമലഹാസൻ ആണെങ്കിലും ജോജു ആണെങ്കിലും അവരുടെ റോളിലെ പെർഫോമൻസ് പടം ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റൺ കോറിയോഗ്രാഫി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒരു സ്ലോ ഫേസ്ഡ് ആണ്, ഒരു മണിരത്നം സ്റ്റൈൽ വന്നപ്പോഴത്തേക്ക് സ്ലോ ഫേസ്ഡ് ആയിപ്പോയെന്നേ ഉള്ളൂ. ഓവറോൾ പറഞ്ഞിട്ട് തിയേറ്റർ വാച്വൽ മൂവി തന്നെയാണ്. അതിനുള്ള ഒരു ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സോങ്സ് ഒക്കെ ഓൾറെഡി ഹിറ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ഒരു സ്ലോ ഫേസ്ഡ് ആണെന്ന് മാത്രം ഒരു ചെറിയ നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ ആ മണിരത്നത്തിൻ്റെ സ്റ്റൈലാണ്, ആ ഒരു സ്റ്റൈലിൽ പടം പോകുന്നുണ്ട്. ഒരു കബാലി ടൈപ്പ് ഫിലിം അങ്ങനെ തന്നെ പറയാം. ഒരു നല്ല സ്റ്റോറി ഉണ്ട്, ആ സ്റ്റോറിയുടെ ബേസിലാണ് പടം പോണത്. അപ്പോൾ ഓവറോൾ എല്ലാവരും പെർഫോമൻസ് അടിയാണ്. ജോജുവിൻ്റെ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാബുരാജ് ഉണ്ട്. സോ ഒരു കമലഹാസൻ മണിരത്നം മൂവിയായിട്ട് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ നല്ല പടം തന്നെയാണ്.